കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ മനസ്സിലാക്കുന്നതിനായുള്ള ലാളിത്യം നിന്റെ മനസ്സിനില്ല ബാണാസുര. അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ സമർപ്പണഭാവം അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹത്തെ അന്വേഷിച്ചറിയുക തന്നെ വേണം. അതിനുവേണ്ടി പ്രഥമമായി നമ്മെ തന്നെ നാം സ്വയം വിസ്മരിക്കേണ്ടിയും വരുന്നതാണ്. അഹംഭാവം ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ്. അദ്ദേഹത്തിന്റെ വിശാലമായ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണിത്. അതിരുകളില്ലാത്ത സങ്കല്പങ്ങൾക്ക് പോലും അതിരുകളുണ്ടെന്ന് പ്രതീതമാകുന്നതാണ്. ഒരു വ്യക്തിക്ക് ശ്രീകൃഷ്ണന്റെ സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൃഷ്ണനാമജപം ശ്രവിക്കുവാനുള്ള സൗഭാഗ്യം പ്രാപ്തമായി എന്ന് തിരിച്ചറിയും. അതിലൂടെ അദ്ദേഹത്തിന്റെ വിശിഷ്ട ഗുണങ്ങൾ ശ്രവിക്കുവാനുള്ള സൗഭാഗ്യവും പ്രാപ്തമാകും. ആ വ്യക്തിക്ക് ശ്രീകൃഷ്ണന്റെ കൃപാകടാക്ഷം പ്രാപ്തമാകുമെന്നതിൽ യാതൊരു സന്ദേഹവുമില്ല. എന്നാൽ ഒരു വ്യക്തി ശ്രീകൃഷ്ണന്റെ സത്യമെന്തെന്ന് ശ്രവിച്ചതിനു ശേഷവും അദ്ദേഹത്തിന്റെ പരാജയം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വിനാശം സംഭവിക്കുമെന്നതിൽ സന്ദേഹമില്ല. ശ്രീകൃഷ്ണൻ എന്നാൽ തന്നെ സത്യമാണ്, സമ്പൂർണമായ സത്യം.